ഹായ് എവരിവൺ, ഐ+ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെറ്റ് പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റഡ് ആൻസേഴ്സ് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജൂലൈ 2024 ലാസ്റ്റ് സെറ്റ് എക്സാം നടന്നത്. ഇനിയിപ്പോൾ റിസൾട്ട് എന്ന് വരും എന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ നിങ്ങൾക്കുണ്ടാവും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. പേപ്പർ 1-ൽ 4 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ഡിലീറ്റ് ആയ ചോദ്യങ്ങളുടെ മാർക്ക് എല്ലാവർക്കും നൽകുകയാണോ, കട്ട് ഓഫിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരുമെന്ന്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ പേപ്പറിൽ മാത്രമല്ല, മാത്തമാറ്റിക്സിൽ 3 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്, കെമിസ്ട്രിയിൽ 3 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഈ 3 പേപ്പറുകളിൽ മാത്രമാണ് ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിരിക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്ക് ബോത്ത് എ ആൻഡ് സി അല്ലെങ്കിൽ ബോത്ത് സി ആൻഡ് ഡി ആൻസർ കറക്റ്റ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ സി മാർക്ക് ചെയ്തവർക്കും ടി മാർക്ക് ചെയ്തവർക്കും ശരി ഉത്തരത്തിൻ്റെ മാർക്ക് കിട്ടും. ചോദ്യം ഡിലീറ്റ് ആയാൽ ആ ചോദ്യങ്ങൾ ഒഴിവാക്കി ബാക്കി ചോദ്യങ്ങൾക്കായിരിക്കും കട്ട് ഓഫ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പരിഗണിക്കുന്നതെന്ന് ഓർക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ 1-ന് ജനറൽ പേപ്പറിന് 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് 40% ആണ് വേണ്ടതെന്ന് കരുതുക ആ പേപ്പറിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും പുതിയ കട്ട് ഓഫ്? 116 × 40/100 ആയിരിക്കും എടുക്കുന്നത്. 120 ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ 120 × 40/100 പെർസെൻറ്റേജ് കാണാൻ 40/100 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കി 116 × 40/100 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആണെങ്കിലോ, ഇപ്പോൾ ഇതിൽ ചോദ്യമൊന്നും ഡിലീറ്റ് ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. കൊമേഴ്സ് പേപ്പർ 2 വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 236 × 40/100 ആയിരിക്കും 40% ആണെങ്കിൽ കട്ട് ഓഫ് വരുന്നത്. 2 പേപ്പറിനും കൂടി, ജനറൽ പേപ്പറിനാണെങ്കിൽ 48% വേണ്ടി വരും. അങ്ങനെയാണെങ്കിലോ 2 പേപ്പറിൻ്റെയും കൂടി മാർക്ക് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കുക. അതിൽ കട്ട് ഓഫ് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഡിലീറ്റ് ആയ 4 ചോദ്യങ്ങൾ, കൊമേഴ്സ് ഡിലീറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ 240-ലാണ് 48% വരേണ്ടത്. പകരം 236-ൻ്റെ 48% ആയിരിക്കും എടുക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. റിസൾട്ട് നമുക്ക് കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.